ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലീഗ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം. ആമുഖം. പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ 3 വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 19 മുതൽ 21 വരെയും 19-ാം അധ്യായം 1 മുതൽ 10 വരെയും. എന്നാൽ എഫേസോസുകാർക്കുള്ള ലേഖനം രചിച്ചത് പൗലോസ് തന്നെയാണോ അതോ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ആരെങ്കിലുമാണോ എന്നത് ഇന്നും വിവാദ വിഷയമാണ്. ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ശൈലികളും പരിഗണിച്ചാൽ പൗലോസ് അല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാമായിരുന്ന ഒരു ശിഷ്യനായിരിക്കണം ലേഖനകർത്താവ് എന്ന അഭിപ്രായം കൂടുതൽ സ്വീകാര്യമായി തോന്നും. ലേഖനകർത്താവ് ആര് തന്നെയായാലും പൗലോസിൻ്റെ ലേഖനം പോലെ തന്നെ കരുതി ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം. എഫേസുസുകാരെ നേരിൽ പരിചയപ്പെട്ടിരുന്ന പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനത്തിലും കാണേണ്ടതായിരുന്നു. ഇക്കാരണത്താൽ എഫേസുസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായാണ് പണ്ഡിതന്മാരുടെ അധികവും ഈ ലേഖനത്തെ പരിഗണിക്കുന്നത്. ലേഖനകർത്താവ് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നതെന്നു ലേഖനത്തിൽ തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യത്തിലും 4-ാം അധ്യായം 1-ാം വാക്യത്തിലും 6-ാം അധ്യായം 20-ാം വാക്യത്തിലും. AD 58-നും 60-നും ഇടയ്ക്ക് റോമായിൽ വെച്ചായിരിക്കണം ഈ ലേഖനം എഴുതിയതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ, അതായത് 1-ാം അധ്യായം 3 മുതൽ 3-ാം അധ്യായം 21 വരെ പ്രതിപാദ്യം ക്രിസ്തു വിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്കു ലഭിച്ച വിളിയുടെ രഹസ്യമാണ്. രക്ഷ പ്രാപിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും അതിൽ നിന്ന് അകന്നു ജീവിച്ചിരുന്ന വിജാതിയരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാർവത്രിക പരിത്രാണ പദ്ധതിയെ ലേഖനകർത്താവ് ശ്ലാഘിക്കുന്നു. യഹൂദരെയും വിജാതിയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു തൻ്റെ മരണം മൂലം തകർത്ത് ഇരുകൂട്ടരെയും ഒരു ജനമാക്കി തീർത്തു. 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള അധ്യായം ഭാഗങ്ങൾ. വിജാതിയരെ പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത്. 3-ാം അധ്യായം 1 മുതൽ 19 വരെയും 4-ാം അധ്യായം 1 മുതൽ 16 സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങളെയും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്താനാണോ പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയിൽ എന്നും നിലനിൽക്കേണ്ട ഐക്യത്തെ ഊന്നി പറയുന്നു. വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് എല്ലാ തലമുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്നു ലേഖനകർത്താവ് തുടർന്നു നിർദ്ദേശിക്കുന്നു. 4-ാം അധ്യായം 17-ാം വാക്യവും 6-ാം അധ്യായം 9-ാം വാക്യവും. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അധികാരശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനമാണ് അവസാന ഭാഗത്ത് കാണുന്നത്. 6-ാം അധ്യായം 10 മുതൽ 22 വരെ.